ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗം സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ കല്യാണിയാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ കേട്ടോ. താരേനെ കാണാൻ വേണ്ടി ഒന്ന് തോന്നുവാണ്. അതിനുശേഷം താരനെ കാണാൻ വേണ്ടി തന്നെ പോകാൻ തീരുമാനിക്കുകയാണ്. കാരണം സരയു ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അമ്മക്ക് അച്ഛൻ മരിച്ചേ പിന്നെയാണ് ഈ ഒരു വിഷാദ രോഗം പോലെ വന്നിരിക്കുന്നത്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, അതിന് ആൻറ്റിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ദേഷ്യം കിരണേട്ടൻ്റെ അങ്കിളിനോടായിരുന്നു, അതായത് സരയുവിൻ്റെ അച്ഛനോടായിരുന്നു ഏറ്റവും കൂടുതൽ ദേഷ്യം. അപ്പോൾ അങ്ങനത്തുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആൻറ്റീനെ പോലത്തെ ഒരാൾ സന്തോഷിക്കല്ലേ ഉള്ളൂ, സങ്കടപ്പെടുകയൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും അറിയില്ല, എന്തായാലും അച്ഛൻ മരിച്ചേ പിന്നെയാണ് അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു മാറ്റം. എനിക്ക് തോന്നുന്നത് അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ മുമ്പ് പ്രണയിച്ച് നടന്നവരാണല്ലോ, ആ ചിന്ത എങ്ങാനും മനസ്സിൽ കയറി പറ്റുമെന്ന് അറിയില്ലല്ലോ കല്യാണി എന്ന് പറയണം. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ കല്യാണിക്ക് താരനെ കാണാൻ വേണ്ടി തോന്നുവാണ്. അങ്ങനെ താരനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോകുന്നുണ്ട് കല്യാണി. അതേസമയം ഷാരിയാണെങ്കിൽ സരയുവിനോട് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല മോളെ താര അവൾക്ക് വിഷം കലക്കി കൊടുക്കുമെന്ന്, കാരണം താരക്ക് നിന്നെക്കാളും കുറച്ച് അടുപ്പം കൂടുതൽ കല്യാണിയുടെ താവാനാണ് ചാൻസ് എന്ന് ഷാരി പറയുമ്പോഴേക്കും സരയു പറയുന്നുണ്ട്, അവർ എൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ ഒരു വിഷം കല്യാണിക്ക് കലക്കി കൊടുക്കും. അഥവാ കലക്കി കൊടുത്തില്ല എന്നാണെങ്കിൽ അവരിങ്ങനെ ഒരിക്കലും എന്നെ കാണില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ പറയുന്ന പോലൊന്നുമല്ല, അവർക്ക് കല്യാണിനെക്കാളും വലുത് ഞാൻ തന്നെയാണ്. അതുകൊണ്ടിട്ടാണല്ലോ ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഒരു പ്രാവശ്യം പോലും അവർ ഓപ്പണായിട്ട് ഒന്നും കല്യാണിയുടെ അടുത്തോ കിരണിനോടോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെന്തായാലും ഇന്ന് കല്യാണി പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അമ്മേനെ കാണാൻ വേണ്ടി എന്തായാലും കല്യാണി പോകും. ആ സമയത്ത് കല്യാണിക്ക് വിഷം കലക്കി കൊടുക്കുക തന്നെ ചെയ്യും, എനിക്ക് ഉറപ്പാണ് എന്ന് പറയാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ നല്ല കാര്യം മോളെ, എനിക്ക് ഇപ്പോൾ നീയും കിരണും ഒരുമിച്ച് നിൽക്കണതിന് താല്പര്യം എനിക്ക് നന്നായിട്ടുണ്ട്. നീയും കിരണും ഒരുമിച്ച് ജീവിക്കണത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് മോളെ എന്ന് ഷാരിയും പറയണം. ഇത് കേൾക്കണ സരിയു പറയേണ്ട, അമ്മയുടെ ഈ ആഗ്രഹം സാധിച്ചു തന്നിരിക്കും. അഥവാ എനിക്ക് കിരണായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ ഞാൻ കല്യാണിനെ കൊന്നിട്ടാണെന്നുണ്ടെങ്കിലും ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമില്ല, കല്യാണിയും കിരണും ഒന്നിച്ച് ജീവിക്കാൻ പാടില്ല, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് സരയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കല്യാണി താരയെ കാണാൻ വേണ്ടി തന്നെ വീട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്ത് താര കല്യാണിക്ക് ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അതിൽ വിഷം കലക്കുന്നില്ല കേട്ടോ. അപ്പോൾ സരയൂര് വിചാരം വിഷം കലക്കിയ ജ്യൂസ് താര കൊടുക്കുമെന്നാണല്ലോ. അങ്ങനെ വിഷം കലക്കാത്ത ജ്യൂസ് തന്നെയാണ് താര കൊടുക്കുന്നത്. അങ്ങനെ ഒരു ദിവസം താര അങ്ങനെ ചെയ്യുന്നില്ല. അത് അറിഞ്ഞ സരയു തിരിച്ച് ഓഫീസിൽ നിന്ന് എത്തുമ്പോഴേക്കും താരനെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഞാൻ പറഞ്ഞതല്ലേ, നല്ലൊരു അവസരമല്ലേ നിങ്ങൾക്ക് നിന്ന് കിട്ടിയത്, അവളിന്ന് നിങ്ങളെ കാണാൻ വന്നപ്പോഴേക്കും നിങ്ങൾ എന്താ വിഷം കലക്കിയത് കൊടുക്കാതിരുന്നത്, നിങ്ങളപ്പനെ ചതിക്കുവാണല്ലേ. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു വിലയില്ലല്ലേ, നിങ്ങൾ ഞാൻ പറഞ്ഞതല്ലേ അവൾക്ക് വിഷം കലക്കിയത് കൊടുക്കണം, അപ്പം നിങ്ങളത് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്നെക്കാളും വലുത് അവളാണ്, നോക്കിക്കോ നാളത്തെ ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കാണില്ല എന്നൊക്കെ പറയുമ്പോൾ താര സരിയുടെ കാലിൽ വീഴാണ്, വേണ്ട മോളെ ഇതൊന്നും വേണ്ട, നീ നന്നായിട്ട് ജീവിച്ച് കണ്ടാൽ മാത്രം മതി, എനിക്ക് കല്യാണിനെ കൊല്ലണ്ട മോളെ, നീ ഇപ്പം ജീവിക്കുന്ന പോലെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെ പറയുമ്പോൾ സരിയു പറയണ്ടില്ല, എനിക്ക് അങ്ങനെ ജീവിച്ചാൽ പോരാ, എനിക്ക് എൻ്റെ കിരണിൻ്റെ കൂടെ ജീവിക്കണം, കിരണിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായിട്ട് ജീവിക്കണം, എൻ്റെ കൺമണിമോളുടെ അച്ഛനായിട്ട് കിരൺ മതി, പിന്നെ കല്യാണിക്കുണ്ടായ ഒരു കുഞ്ഞുണ്ടല്ലോ കല്ലുമോൻ, അവന് വേണമെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം മകനായിട്ട് സ്നേഹിച്ചോളാം, കാരണം അത് കിരണിൻ്റെ മോനാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അവരുടെ സുഖമായിട്ട് ജീവിച്ചോളാം, കല്യാണി ഇത്രയും നാൾ സുഖിച്ച് സന്തോഷത്തോടെ ജീവിച്ചില്ല, അത്രയും സന്തോഷിച്ചാൽ മതി അവള്, ഇനി ഞാൻ സന്തോഷിക്കട്ടെ എന്ന് പറയണം. അതിന് നിങ്ങൾക്ക് ഒരുക്കുവാണെങ്കിൽ നാളെ കല്യാണി വരുമ്പോൾ ഈ ജ്യൂസിൽ എന്തായാലും വിഷം കലക്കണം, ഇന്നത്തെ പോലെ ആവാൻ പാടില്ല, നാളെ നിങ്ങളത് ചെയ്തില്ലെന്നാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും മിണ്ടത്തൂല, ഈ വീട്ടിലെ കാല് കുത്തൂല എന്ന് പറഞ്ഞിട്ടാണ് സരിയു അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അതിനുശേഷം കല്യാണി പിറ്റേ ദിവസം താരനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷെ താര വേറൊരു സംഭവം അതിനിടയിൽ ചെയ്യും. കാരണം താരക്ക് വയ്യ, കല്യാണിനെ കൊല്ലാൻ വേണ്ടി ആരെ കൊല്ലാനും താരക്ക് സാധിക്കില്ല. മാത്രമല്ല ഈ ഒരു കുറ്റബോധം പോലെ താരയുടെ ഉള്ളിൽ തോന്നാണ്, താൻ എന്തുമാത്രം ക്രൂരതയാണ് കിരണിനോടും കല്യാണിയെടുത്തും ചെയ്യണത്. അവരുടെ ആ ഒരു എല്ലാ ക്രൂരതകളും സരിയു ഓരോന്ന കാര്യങ്ങൾ ഇവർ ചെയ്യാൻ പോണ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പറഞ്ഞിട്ട് പോലും താൻ അവരെ അറിയിക്കുന്നില്ല. ഇത്രയും നാൾ തനിക്ക് ഒരു സംരക്ഷണം ഒരുക്കി തന്നത് കിരണിൻ്റെ അച്ഛൻ ചന്ദ്രസേനാണ്, എന്നിട്ട് അവരുടെ കുടുംബത്തോട് താനും കൂടി കൂട്ടു നിൽക്കുകയല്ലേ. ഇപ്പോൾ സരിയു ഓരോരുത്തർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിന് കൂട്ടു നിൽക്കണ താനും അതിൻ്റെ ഒരു പ്രതി തന്നെയാണ്. മാത്രമല്ല കല്യാണിനെ കൊല്ലാൻ തനിക്ക് ഒരിക്കലും സാധിക്കില്ല, കല്യാണിനെ കൊന്നില്ലെങ്കിൽ തൻ്റെ മോള് തന്നെ ഇട്ടേച്ചും പോകും, എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, എന്തായാലും തൻ്റെ സ്വന്തം മകളെ താൻ കണ്ടുപിടിച്ചു, കൊച്ചുമകളെയും കണ്ടു, ഇതിൽ കൂടുതലൊന്നും തനിക്ക് ഈ ജീവിതത്തിൽ വേണ്ട, അതുകൊണ്ട് ഈ ജീവിതം അങ്ങോട്ട് തീർക്കാം എന്ന് താര വിചാരിക്കണം. അങ്ങനെ താര തന്നെ ആ ജ്യൂസിൽ വിഷം കലക്കി കുടിച്ച് താര തന്നെ മരിക്കും കേട്ടോ. അതെ, താര എന്തായാലും മരിക്കും കേട്ടോ. പക്ഷേ അത് മാത്രമല്ല, നമ്മുടെ സിയെയും അതുപോലെ തന്നെ കിരണും ഈ പയസിനെ അന്വേഷിച്ച് ഇറങ്ങുന്നുണ്ടല്ലോ, അവർ പയസിനെ കണ്ടുപിടിക്കാൻ പോകുന്ന ഭാഗം ഇനിയാണ് വരാൻ പോണത്. അതെ, പയസ് ഒളിച്ചിരിക്കുന്ന ഭാഗം ഇവർ കണ്ടുപിടിക്കും.
പിടിക്കുന്നുണ്ട്. ശേഷം കിരൺ തന്നെയാണ് ആദ്യം പയസിന്റെ അടുത്തേക്ക് എത്തുന്നത്. കിരണും വേലും രതീഷും കൂടി ചേർന്നിട്ട് ഈ പയസിനെ കാട്ടിലേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് പയസിന്റെ കയ്യും കാലൊക്കെ കെട്ടി വെക്കുന്നില്ല കേട്ടോ. പയസിനോട് പറയുന്നുണ്ട്, നിനക്കറിയാവോ രാഹുൽ എന്ന് പറഞ്ഞ അയാളെ ഇവിടെ കൊണ്ടുവന്ന മൃഗങ്ങളാണ് കടിച്ചു കീറി കൊന്നത്. പിന്നെ സ്റ്റെഫി, അവളെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, അവളും ഇവിടെ തന്നെയാണ് മരിച്ചത്. പിന്നെ ഗംഗപ്രസാദ്, അവനും ഇവിടെ തന്നെയാണ് മരിച്ചത്. പക്ഷെ വിക്രത്തിനെ ഇവിടെ തന്നെ കൊണ്ടുപോയി ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷെ വിക്രത്തിനെ കൊന്നത് വിക്രത്തിന്റെ അച്ഛനാണ്. കുഴപ്പമില്ല, നിന്നെ ഞങ്ങൾ മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കാൻ പോവാം. മൃഗങ്ങൾ കുറേ നാളായി, ഇപ്പം ഭക്ഷണമൊന്നും കിട്ടുന്നില്ല, മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് നിന്നെ അവർ നന്നായിട്ട് കടിച്ചു കയറി കൊന്നോളൂ. നിനക്കാണെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ മാംസവും ഉണ്ടല്ലോ. അയ്യോ, എന്നെ ഉപദ്രവിക്കല്ലേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അന്ന് ഞാൻ കല്യാണിനെ കൊന്നില്ലല്ലോ, വേറൊരാൾക്കല്ലേ കുത്ത് കിട്ടിയത്, അവർ മരിച്ചില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ കൊല്ലണത് എന്ന് പയസ് ചോദിക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട്, ശരിയാ, നീ കല്യാണിനെ കുത്താൻ വന്നിട്ട് കല്യാണിനെ കുത്തിയെന്ന് വെച്ചിട്ടല്ലേ നീ ഓടിപ്പോയത്. പക്ഷെ കുത്ത് കൊണ്ടത് സരിയുവിൻ്റെ അമ്മ ഷാരിക്കാണ്. അവർ ഹോസ്പിറ്റലിലുമാണ്, അവർക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ആരും മരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നീ എൻ്റെ കല്യാണിനെ കൊല്ലാൻ വേണ്ടി വന്നു, അത് തെറ്റ് തന്നെയാണ്. രതീഷ് പറയേണ്ടത്, സാറേ ഇവനോട് സംസാരിച്ചിരിക്കേണ്ട, നമുക്കേ ഇവിടുന്ന് പോകാം, മൃഗങ്ങൾ ഇവനെ കടിച്ച് കീറട്ടെ, ഇവൻ്റെ നിലവിളി ശബ്ദം നമുക്ക് അപ്പുറത്ത് മാറി നിന്ന് കേൾക്കാം എന്ന് പറയാണ്. അയ്യോ വേണ്ട വേണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്നെ ഉപദ്രവിക്കല്ലേ പ്ലീസ്, കുറച്ച് പണത്തിന് ആവശ്യം വന്നപ്പോൾ ഞാൻ അത് ചെയ്തു പോയതാണ് എന്ന് പയസ് പറയണം. അപ്പോൾ വേലു ചോദിക്കേണ്ടത്, പണത്തിന് ആവശ്യം വന്നപ്പോഴോ, നിനക്ക് പണത്തിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യണം, ആരുടെ നിനക്ക് പണം നിന്ന് സഹായിച്ചത്, കല്യാണി മാഡത്തിനെ പോലെ, കല്യാണി ചേച്ചിനെ പോലെ തന്നെ ചേച്ചിനെ കൊല്ലാൻ വേണ്ടി നിനക്ക് ആരുടെ പൈസ തന്നത്, പറയടാ, അല്ലെങ്കിൽ നിന്നെ മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കും. ഇവിടെ പാമ്പുകളുണ്ട്, ചെന്നായ്ക്കളുണ്ട്, കുറുക്കന്മാരുണ്ട്, തെരുവ് നായ്ക്കളുണ്ട്, അങ്ങനെ പല മൃഗങ്ങളുണ്ട്. എല്ലാവരും കൂടി ഇതിനെ വലിച്ചു പറിച്ചില്ലേ, ഓരോരോ ഭാഗങ്ങളും കടിക്കുമ്പോഴൊരു വേദന നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ, അങ്ങനെ ആലോചിച്ചതിന് ശേഷം നീ സത്യം മാത്രം പറ, അങ്ങനെ പറയുകയാണെങ്കിൽ നിന്നെ വെറുതെ വിടാം എന്ന് കിരൺ പറയാണ്. ശരി ശരി, എന്നെ വെറുതെ വിട്, ഞാൻ സത്യം മാത്രം പറയാം, അത് വേറെ ആരുമല്ല, സരയുവാണ് എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന കിരൺ, സരയുവോ, നീ വെറുതെ കള്ളം പറയരുത്, ഞാൻ സത്യമോ പറഞ്ഞത്, ആ സരയുവാണ് വിക്രത്തിനെ കൊണ്ട് കല്യാണിനെ കൊല്ലാൻ വേണ്ടി നോക്കിയത്, തോക്കൊക്കെ കൊടുത്ത് നോക്കിയത്, വിക്രത്തിന്റെ കൈ തോക്കൊക്കെ കൊടുത്തത് ഈ സരയുമായിരുന്നു. അതിനുശേഷം വിക്രത്തിനെ അവൻ്റെ അച്ഛൻ കൊന്നപ്പോഴേക്കും സരയു എന്നെ പറഞ്ഞ ഇളക്കി, നിങ്ങളുടെ ഫ്രണ്ടല്ലേ വിക്രത്തിനെ ഈ ഒരു അവസ്ഥയിലാക്കിയത് കല്യാണിയാണ്, അതുകൊണ്ട് കല്യാണിനെ കൊല്ലണം, പൈസ തരാം, എത്ര വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ട് അവൾ എനിക്ക് കുറച്ച് പൈസയും തന്നു. ഇപ്പം എൻ്റെ കൂട്ടുകാരന്മാർക്കും പൈസ കൊടുത്തെന്നാണ് കേൾക്കണത്. അവൾ എങ്ങനെയെങ്കിലൊക്കെ കല്യാണിനെ കൊന്നിട്ട് കിരണിന്റെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി നോക്കുവാണ് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ കിരണ് ഷോക്ക് ആവാട്ടോ. അപ്പം രതീഷ് പറഞ്ഞു, സാറേ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആള് ശരിയല്ലെന്ന്. അപ്പോൾ ആരും വിശ്വസിച്ചില്ല. അന്ന് തൊട്ടേ എനിക്ക് അവളെ സംശയം ഉണ്ടായിരുന്നു. അന്ന് കിരൺ സാറും കല്യാണിയും അവളെ സംശയത്തോടെ നോക്കിയിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഇത്രയും സംഭവങ്ങൾ ഇവിടെ നടക്കില്ലായിരുന്നു. അവൾ തന്നെയാണ് എല്ലാത്തിനും കാരണം. അവളുടെ അച്ഛൻ കല്യാണിനെ കൊല്ലാൻ വേണ്ടി നോക്കിയത് സരിയും സാറും ഒന്നാവനാണ്. ഇപ്പം ദേ വിക്രവും അതുപോലെ തന്നെ ഇവനും ഒക്കെ ശ്രമിച്ചത് കല്യാണിനെ കൊല്ലാനാണ്. അതിനെന്താ കാരണം, സരയും സാറും ഒന്നാവാൻ വേണ്ടിയിട്ടാണ്. അതെ, ഇതിനെല്ലാത്തിനും കാരണക്കാരി അവളാണ്, ആ സരയു എന്ന് പറയാണ് രതീഷ്. വേലും പറയേണ്ട, അതെ അവളുടെ നോട്ടവും ഭാവം അത്ര ശരിയല്ല സാറേ എന്ന് പറയാണ്. അങ്ങനെ കിരണ മഹാസത്യം മനസ്സിലാക്കണം. പക്ഷെ കിരൺ രതീഷിനോട് വേലോട് പറയണ്ട, ഇപ്പം നിങ്ങളിത് തുറന്ന് പറയണ്ട, സരി ഒരു പ്ലാൻ ഉണ്ടാക്കട്ടെ, എന്നിട്ട് അവളെ തന്നെ പെടുത്താം നമുക്കതിൽ എന്ന് പറയണം. അപ്പം അങ്ങനത്തെ കുറേ ഭാഗങ്ങൾ നമ്മളിനി കാണാൻ പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.